ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് കടൽ കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു അടിപൊളി കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: 1/2 കിലോഗ്രാം കൊഞ്ച് വൃത്തിയായി കഴുകി മഞ്ഞളും ഉപ്പും ചേർത്ത് വയ്ക്കുക. പിന്നെ പച്ചമുളക്, വറ്റൽമുളക്, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, സവാള എന്നിവ ചെറുതായി അരിഞ്ഞു വയ്ക്കുക. അതിനുശേഷം ചൂടായ ചട്ടിയിലേക്ക് നല്ല കോക്കനട്ട് ഓയിൽ ഒഴിച്ച് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന കൊഞ്ച് അതിലേക്കിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 3 മിനിറ്റിന് ശേഷം പൊടിഞ്ഞു പോകാതെ മീൻ ചെറുതായിട്ട് മറിച്ചിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കൊഞ്ച് ഓവർ കുക്കിംഗ് ആകാതെ നോക്കണം, കാരണം അത് ഓവർ കുക്കിംഗ് ആയാൽ നന്നായിട്ട് ഹാർഡാവും. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത കൊഞ്ച് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. കൊഞ്ച് വറുത്ത് മാറ്റിയ അതേ എണ്ണയിലേക്ക് സ്വല്പം കടുകിടുക. അതിനുശേഷം ആവശ്യമായ വറ്റൽമുളക്, കറിവേപ്പില എന്നിവയിട്ട് കടുക് വറുക്കുക. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ആവശ്യമായ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇവ ഇട്ട് ആവശ്യാനുസരണം നല്ലതുപോലെ വഴറ്റി എടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്കിട്ട് വഴറ്റുക. സവാള പെട്ടെന്ന് വഴണ്ടി വരാനായി അതിലേക്ക് സ്വല്പം ഉപ്പ് കൂടി ചേർക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി കൂടി ഇതിലേക്ക് ചേർക്കുക. ഇനി നമുക്ക് മസാലപ്പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുക. അത് ചെറുതായി ഇളക്കി നല്ലതുപോലെ മൂപ്പിക്കുക. അതിനുശേഷം ആവശ്യത്തിന് മല്ലിപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കുക.
മല്ലിപ്പൊടി മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ മുളക് പൊടി ചേർക്കുക. മസാലകളെല്ലാം നല്ലതുപോലെ വഴറ്റി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കുക. അതിനുശേഷം നമ്മൾ ഹാഫ് കുക്കിംഗ് ആക്കി വറുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് അതിലേക്ക് ചേർക്കുക. കൊഞ്ച് റോസ്റ്റിന് വളരെ അത്യാവശ്യമായ ഗരം മസാല, പെപ്പർ പൊടി എന്നിവ ആവശ്യത്തിന് ചേർത്ത് ഇളക്കുക. എല്ലാ സാധനങ്ങളും ആവശ്യത്തിന് കുക്കിംഗ് ആയിരിക്കുന്നു. എന്നാലും നമ്മൾ ഒരു 3 മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ ദാ നമ്മുടെ അടിപൊളി കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെയോ ചോറിൻ്റെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വീടുകളിൽ. വളരെ ടേസ്റ്റാണ്, വളരെ സിമ്പിളുമാണ്. ഒരടിപൊളി വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം. ടിൽ ദെൻ, രമ്യ സൈനിങ് ഓഫ്.